പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ BJP പ്രവർത്തകർ വോട്ട് പിടിക്കാൻ പോകുമ്പോഴും ഒപ്പം സോഷ്യൽ മീഡിയയിൽ കൂടിയുമൊക്കെ വളരെ സജീവമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ആചാരം സംരക്ഷിക്കണമെങ്കിൽ, ഹിന്ദുവിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തണമെങ്കിൽ BJP ജയിക്കുക തന്നെ വേണം. അതിനൊരു അനിവാര്യമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ അനിവാര്യ സാഹചര്യത്തെ ശബരിമലയുമായി ചേർത്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ശബരിമല എന്ന് അതൊരു പ്രചരണായുധമാക്കരുത് എന്നുള്ള നിർദ്ദേശമുള്ളതുകൊണ്ട് നൈസിനിങ്ങനെ അയ്യപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളുടെ മുഴുവൻ ഏകീകരണം വേണ്ട ഒരു ഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ BJP സുഹൃത്തുക്കളോട് വളരെ സിമ്പിളായ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് ഹിന്ദുക്കളുടെ മുഴുവൻ സംരക്ഷകരാരെന്നും ഹിന്ദു വികാരങ്ങളുടെ മൊത്തം ഹോൾസെയിൽ ഏറ്റെടുത്ത് ആ വികാരത്തെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവരാണെന്നും പറയുന്നവർ 1992 ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം എത്ര നാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, എത്ര തെരഞ്ഞെടുപ്പുകളിലായി പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന്. ഹിന്ദുക്കളുടെ വികാരം അങ്ങ് വല്ലാണ്ട് ഉയർത്തിപ്പിടിക്കാൻ ഈ രാമക്ഷേത്ര നിർമ്മാണം അനിവാര്യമാണ് എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും വാഗ്ദാനം മുന്നോട്ട് വെച്ചവരാണ് നിങ്ങൾ. 92 ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കൂ. 1996, 98, 99, 2004, 2009, 2014, ഇപ്പോഴത്തെ പിന്നെയും 2014 രാമക്ഷേത്രം നിർമ്മിക്കും, 2019 രാമക്ഷേത്രം നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് നിങ്ങൾ പറയാം. അതായത് ഹിന്ദുവിൻ്റെ അഭിമാനം, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനായി നിങ്ങൾ 1992 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന്. ഇതുവരെ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം ഉണർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതായത് ഹിന്ദുവിനെ, ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ ഹിന്ദുക്കളെ വെറുതെ വിഡ്ഢികളാക്കി വായ്ത്താരി കൊണ്ട് അമ്മാനമാടി ഒരു മൂലക്കിരുത്തി വോട്ട് വാങ്ങിയവരാണ് നിങ്ങൾ. ആ വോട്ട് വാങ്ങിയവർ അതേ തന്ത്രം കേരളത്തിൽ പ്രയോഗിക്കാൻ വരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കേരള ജനത തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. ഈ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കർസേവ ചെയ്യാൻ പോയ ഒരുപാട് പ്രവർത്തകരുമായി ഞങ്ങൾ പല ഘട്ടങ്ങളിലായി സംസാരിച്ചിരുന്നു. സുഗതനെ പോലുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ അഭിമുഖത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അന്നെന്തോ ഹിന്ദുവിൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ആ വാക്ക് കേട്ട് പോയതാണ്. അത് പോയിട്ട്, ആ പോക്ക് പോയിട്ട് തിരിച്ചെത്തി ഇത്ര നാൾ കഴിഞ്ഞിട്ടും ആ ഹിന്ദുവിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ കഴിയാത്തവർ പിന്നെയും അഭിമാനം സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാകുന്നത് എന്ന് ഒരുപാട് കർസേവകർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉത്തരേന്ത്യയിലും ഒക്കെ കർസേവകർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഇതൊരുമാതിരി ഉഡായിപ്പ് പരിപാടിയാണ് എന്നുള്ളത്. അപ്പോൾ ഹിന്ദുവിൻ്റെ അഭിമാനം സംരക്ഷിച്ച് കളയും, ഹിന്ദുവിൻ്റെ അഭിമാനം സംരക്ഷിച്ച് കളയും എന്നുള്ള ആ വലിയ തള്ളലുമായി നമ്മുടെ മുന്നിലേക്ക് ഈ A+ മണ്ഡലങ്ങളുണ്ടല്ലോ, പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമെങ്കിലും വരുന്നവർ ലക്ഷ്യമിടുന്നത് ഈ കാര്യമാണ്. ഇപ്പോൾ ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ, അതായത് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ നമ്മളെ എത്ര നാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, ഹിന്ദുക്കളെ എത്ര നാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് ഇരട്ടിയായി മറ്റൊരു വലിയ പറ്റിപ്പിൽ കൂടി എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടിയെടുക്കുക എന്നുള്ള ആ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ വായ്ത്താരി. സാമാന്യബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള കേരള ജനത വിശ്വസിക്കില്ല എന്നറിയാം. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കള്ളം 100 വട്ടം പറയുക, ഒരു കാര്യം 100 വട്ടം പറയുക, അങ്ങനെ പറഞ്ഞ് അല്പമെങ്കിലും മനസ്സിലാക്കുക എന്നൊരു തന്ത്രമുണ്ടല്ലോ. ആ തന്ത്രം വളരെ ഭംഗിയായി വിനിയോഗിക്കാൻ അറിയാവുന്നവരാണ് ഇക്കൂട്ടർ എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞു പോകേണ്ടി വരുന്നത്. രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെയേ ഇവർക്ക് ആചാരവും സംരക്ഷിക്കാൻ പറ്റും.